ഞാൻ മനസ്സിലാക്കിയിടത്തോളം തിരിച്ചെത്താം ശ്രീ 26 ദുൽകിഫിൽ. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞ് ഈ സംസ്ഥാനത്തിന് അധികകാലമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാജേന്ദ്രൻ പന്തളം കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ. സ്വാഭാവികമായും വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ധനമന്ത്രിക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു, ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്കും നീങ്ങേണ്ടി വരും. അങ്ങനെ ഈ ഒരു സാഹചര്യത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ സി ചാക്കുണ്ണി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, അദ്ദേഹത്തോട് ചോദിച്ച പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പൊതുവെ വിലയിരുത്തിക്കൊണ്ട് ആ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വലിയ രീതിയിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് യാഥാർത്ഥ്യബോധത്തോടെ നടത്താൻ കഴിയില്ലെന്നിരിക്കെ അങ്ങനെ ഒരു ബജറ്റ് പ്രതീക്ഷിക്കാമോ? നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കണം. ഞാനൊരു ഉദാഹരണം പറയാൻ എന്നെ അനുവദിക്കണം. ഞാൻ റെയിൽവേയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ ചെന്നൈയിൽ പങ്കെടുക്കാറുണ്ട്. അവിടെ ചെന്നൈയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഭരണ പ്രതിപക്ഷ എം പിമാരും ഒറ്റക്കെട്ടായിട്ടാണ് അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കിനാലൂർ നമ്മൾ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി കോഴിക്കോട് എം പി വളരെയധികം ശ്രമിച്ചു, കേരള സർക്കാർ ശ്രമിച്ചു, ആരോഗ്യമന്ത്രി ശ്രമിച്ചു. 252 ഏക്കർ ഭൂമി അതിന് നോട്ടിഫൈ ചെയ്തിട്ട് സമർപ്പിച്ചു. അതേ സമയത്താണ് അത് കാസർഗോഡ് നിന്ന് വേണമെന്ന് ഉന്നയിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു ജനപ്രതിനിധി, പാലക്കാട് വേണമെന്ന് ഉന്നയിക്കുന്നു. അപ്പോൾ ഒരു ഏകോപനമില്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അതിനപ്പുറം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായത് ഇതായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ വിഷയം മാറ്റാം. എല്ലാവരും വളരെയധികം ശ്രമിച്ച്, നമ്മുടെ എല്ലാ എം പിമാരും ശ്രമിച്ച് നമുക്ക് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം ഞങ്ങൾ സംഘടനയും കൊടുത്തിട്ട് കണ്ണൂർ വന്ന് കിടക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് മംഗലം എടുക്കുന്ന ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടാൻ ഓർഡറായി. ഈ ഓർഡറായപ്പോൾ മംഗലാപുരത്തുള്ള അവിടുത്തെ ഒരു എം പിയും അവിടുത്തെ ജനങ്ങളും അതിനെ എതിർക്കുക ചെയ്യുന്നത്. അത് പാടില്ല, അവർ സമരം ചെയ്യുക. അത് പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോട്ട കുറയില്ലല്ലോ, 2-3 കമ്പാർട്ട്മെൻറ്റ് കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ട്രെയിൻ 16-357-48 കണ്ണൂർ തിരുവനന്തപുരം ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ മംഗലാപുരത്ത് കയറ്റിയപ്പോൾ നമ്മൾ എതിർത്തിട്ടില്ല. അത് നാഗർകോവിലിന് നമ്മൾ എതിർത്തിട്ടില്ല. പാലക്കാട് മംഗലാപുരം ഇൻ്റർസിറ്റി ഒരു ട്രെയിൻ, വളരെ കേരളത്തിലെ യാത്രക്കാർ ഉപകാരപ്പെട്ട ട്രെയിൻ, അത് കോയമ്പത്തൂർക്ക് നീട്ടിയപ്പോൾ നമ്മൾ എതിർത്തിട്ടില്ല. അപ്പം നമുക്കുള്ളതൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾ എതിർക്കുന്നു. ഇതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ഐക്യത്തോടു കൂടി നിൽക്കണം. അതിൻ്റെ ഏറ്റവും വലിയ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിലെ എല്ലാ എം പിമാരും ഒരുമിച്ചാണ് ഈ കപ്പൽ സർവീസിന് അനുമതി വാങ്ങിയത്, വേപ്പുറിയുകയായി. അതൊരു മാതൃകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഏകോപനാദ്യം. പിന്നെ നടക്കാത്ത ആ കാര്യത്തിൽ എനിക്ക് ഈ ശ്രീ തെങ്ങുംപള്ളിയുടെ ഒരു പ്രതികരണം അറിയേണ്ടതുണ്ട്. ഒരു ഏകോപനമില്ലായ്മ, സംസ്ഥാനത്തിന്റെ വികസനം മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലായാലും അല്ലെങ്കിൽ കർണാടകത്തിലായാലും ഒക്കെ അവിടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും പൊതുവായ വികസന കാര്യത്തിൽ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഒറ്റക്കെട്ടായി നിന്നപ്പോഴുള്ള ഗുണവും ശ്രീ സി ചാക്കുണ്ണി എടുത്തു കാണിക്കുകയുണ്ടായി തെങ്ങുംപള്ളി. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മനോഭാവത്തിലൊക്കെ മാറ്റം വരണ്ടേ? എന്നും ഇങ്ങനെ പോരടിച്ച് നിൽക്കാതെ സംസ്ഥാനത്തിന്റെ ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ഒന്നിച്ചു നിന്നുകൂടെ? ശ്രീ ലിബീഷ്, ഈ കോർഡിനേഷൻ നടത്താൻ സ്വാഭാവികമായും സർക്കാരിന്റെ പ്രതിനിധികളാണ്, അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഒരു തവണ പോലും ഈ കേരളത്തിൽ നിന്നുള്ള 19 എം പിമാരിൽ ആരെയെങ്കിലും കേന്ദ്രവുമായുള്ള ഒരു ടോക്കിനോ ഒരു സമരത്തിന് പൊതുവായി UDF ക്ഷണിച്ചു, ആ സമരാഭ്യാസത്തിന് ഞങ്ങൾ നിന്നു കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് അവിടെ നിൽക്കട്ടെ. പൊതുവായി കേന്ദ്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് കേരളത്തിലെ ഒരു UDF MP പോലും ക്ഷണിച്ചിട്ടില്ല. 1. 2, മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുപോലെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ റാപ്പോർട്ട് സൃഷ്ടിക്കുക എന്ന പേരിൽ പ്രതിമാസം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ചെലവിൽ
അവിടെ ആദ്യം മുൻ എം പി ശ്രീ സമ്പത്തിനെയും അതിനുശേഷം ശ്രീ മുൻ എം പിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ശ്രീ തോമസിനെയും ശ്രീ KV തോമസിനെയും നിയോഗിക്കുകയുണ്ടായി. എന്ത് റാപ്പോർട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഇവരെ നിയോഗിച്ചതിന് ശേഷമാണ് കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഇത്രമാത്രം തകർന്നു പോയത് എന്ന് ഞാൻ ആരോപിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയല്ലേ അങ്ങേക്ക് പറയാൻ പറ്റൂ. അപ്പോ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 2-3 ലക്ഷം രൂപ എടുത്ത് അവർക്ക് പ്രൈവറ്റ് സെക്രട്ടറിയെ, വണ്ടി അലവൻസ്, റെസിഡൻസ് അലവൻസ് ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തുന്നവർ എന്ത് പണിയാണ് ചെയ്യുന്നതെന്നല്ല ആലോചിക്കണ്ടേ? അവർ ഏറ്റവും കുറഞ്ഞത് കേന്ദ്രവുമായി ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലും കേരളത്തിൽ നിന്നുള്ള എംപിമാരെയും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടത്തേണ്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കണ്ടേ? അതിന് പോലും അവർക്ക് സാധിക്കുന്നില്ല. 1. 2, ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള അങ്ങയുടെ ചോദ്യം. എന്റെ പ്രാർത്ഥന വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നികുതി ഭാരം അത് ഇനിയും വർദ്ധിപ്പിക്കാതിരിക്കുക. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നതിന് പകരം സാമൂഹ്യ ക്ഷേമ പെൻഷൻ സെസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു 10 രൂപ കൂടി കൂട്ടുകയും അങ്ങനെ സമസ്ത മേഖലയിലും സെസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഏത് സർക്കാരാണെങ്കിലും UDF സർക്കാരാണെങ്കിലും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, സെസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക രംഗത്ത് ഒരു സർക്കാരിന്റെ പരാജയമാണ്. അതുകൊണ്ടാണ് ശ്രീ KM മാണി ഉണ്ടായിരുന്നപ്പോൾ ഈ സാമ്പത്തിക നില പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അന്ന് കാരുണ്യ ലോട്ടറി സെസ്സിന് പകരമാണ്. അത് ഡയറക്ട്ലി ഒരു നികുതിദായകന്റെ മേൽ ഭാരമായി മാറുന്നില്ല, അവൻ വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോ അങ്ങനെ ഒരുപാട് പദ്ധതികളിലേക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി മറ്റ് അതായത് സെസ്സേതര അല്ലെങ്കിൽ നികുതിയേതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തി. അന്ന് ഇതേ ബാലഗോപാൽ അടക്കമുള്ളവർ ഇതൊരു ലോട്ടറി ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ബാലഗോപാൽ അടക്കം വന്നപ്പോൾ എന്താ ചെയ്തത്? ലോട്ടറി വിറ്റ് മാത്രം ഈ സർക്കാർ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? പക്ഷെ അതൊരു ടാക്സ് എക്സംപ്റ്റ് അല്ലെങ്കിൽ ഒരു ടാക്സിന് വെളിയിൽ നിന്നുള്ള ഒരു വരുമാന മാർഗമാണ്. അങ്ങനെയുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സർക്കാരിനാവണം, ബാലഗോപാലിനാവണം. ഈ തവണ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വലിയ പദ്ധതികൾ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കണ്ടുകൊണ്ട് വലിയ പദ്ധതികൾ പ്രഖ്യാപനം ഉണ്ടായേക്കാം. പക്ഷെ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതിൽ 80% പദ്ധതികൾ പോലും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് വിശദമായൊരു വിലയിരുത്തൽ ആവശ്യമാണ്. അതിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ തെങ്ങുംപള്ളി, ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, വളരെ നിർണായകമായ ഒരു ബജറ്റിലേക്കാണ് കടക്കാനിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതേസമയം തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ KN ബാലഗോപാലിന് ഒരുപാട് ചിന്തിച്ചായിരിക്കണം ഈ ബജറ്റിലേക്ക് കടക്കേണ്ടി വരിക. എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ എങ്ങനെ ഇതിന്റെ ചെലവുകൾ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് 59,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്ന്. അതെന്താണ്? അത് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 20,000 കോടി എന്ന് പറയുന്നത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ തരാതിരിക്കുന്നത്, അടുത്ത 20,000 കോടി ഈ പ്രാവശ്യം ധനകാര്യ കമ്മീഷൻ തരാതിരിക്കുന്നത്, പിന്നെ ഉള്ള 19,000 കോടി എന്ന് പറയുന്നത് കടമെടുക്കാൻ സമ്മതിക്കാം. ഇത് മൂന്നും കിട്ടുന്ന കാര്യങ്ങളല്ലെന്ന് വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അവിടെ കള്ളം പറയാൻ പറ്റില്ല. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം നിയമസഭാ തലത്തിൽ തന്നെ മാത്യു കുഴൽനാടൻ വളരെ വ്യക്തമായിട്ട് ഇത് ഊതി വീർപ്പിച്ച കണക്കുകളാണ്, ഇങ്ങനെ കിട്ടാനില്ല. അദ്ദേഹത്തിന് BJPയോടോ കേന്ദ്ര ഗവൺമെന്റിനോടോ ഒരു സ്നേഹവും ഉണ്ടായിട്ടല്ല. അതുപോലെ ഇവിടെ ഇപ്പൊ കുറച്ചു മുമ്പ് സംസാരിച്ച കുറച്ച് ഓഡിയോ കട്ടായി പോയെങ്കിലും വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞത് BJPയോടെ സ്നേഹമുള്ളത് കൊണ്ടല്ല, യാഥാർത്ഥ്യം പറയണ്ടേ, അതാണ് സത്യം. അപ്പോ എനിക്ക് തോന്നുന്ന വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞതുപോലെ കാരുണ്യ ലോട്ടറി വളരെ കാര്യക്ഷമമായ ഒരു പദ്ധതിയാണ് മാണി കൊണ്ടുവന്നത്. അത് പിന്നെ വെള്ളം ചേർക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ അത് നല്ലൊരു പദ്ധതി. അങ്ങനെ ഭാവനാപൂർണമായ പദ്ധതികൾ, അല്ലെങ്കിൽ പിന്നെ കേരള ഗവൺമെന്റ് തന്നെ ഒരു ബിഗ് ബജറ്റിൽ ലോട്ടറി അടിക്കണം, അല്ലാതെ രക്ഷയില്ലാത്ത നിൽക്കക്കള്ളിയില്ലാത്ത ഒരു സ്ഥിതിയാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇവര് പാവങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, പാവങ്ങൾക്കുള്ള വീട് വയ്ക്കാനുള്ള കാര്യക്ഷമമാവുന്നില്ല, പല കടങ്ങളും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. റേഷൻ വിതരണം തന്നെ, റേഷൻ അവിടുത്തെ മറ്റൊന്നും കൊണ്ടും അല്ല, അവിടുത്തെ സംവിധാനങ്ങൾ, ഡിജിറ്റൽ സംവിധാനം ശരിയല്ലാത്തത് കൊണ്ട് റേഷൻ വാങ്ങിക്കാൻ പറ്റാതെ വരുന്നു. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. സപ്ലൈകോ നൽകേണ്ട തുക കിട്ടാത്തത് കൊണ്ടും ബാങ്കുകൾ ലോൺ അനുവദിക്കാത്തത് കൊണ്ടും കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. പെൻഷൻ കിട്ടാതെ പെൻഷൻ അർഹിക്കുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജീവിതം. എന്നാൽ അതേസമയം തന്നെ കേരളത്തിന് ഈ പ്രതിസന്ധി ഇല്ല. ഈ പ്രതിസന്ധി വന്നിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ ടാക്സ് പിരിവ് കാര്യക്ഷമമാവുന്നില്ല.
അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് മറ്റു വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് വളരെ വ്യക്തമായിട്ട് കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടല്ല കേരളത്തിന്റെ അല്ലാതെ ഈ ഗവൺമെന്റിന്റെ ധനകാര്യ പക്ഷേ മാനേജ്മെന്റ്. ശ്രീ രാജേന്ദ്രൻ പന്തളം, അങ്ങനെ കേന്ദ്രം കൊടുക്കാതിരുന്നതിന് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? സംസ്ഥാനത്തിന്റെ നികുതി പിരിവ് കാര്യക്ഷമമാക്കണം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് കൊടുക്കാതിരിക്കുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു, അതിന് ബദലായി കിഫ്ബി കൊണ്ടുവന്നു. കിഫ്ബിയെയും ഈ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടുകൂടി യാതൊരു രീതിയിലും സംസ്ഥാനത്തിന്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ കേരളത്തിനെ ഞെരുക്കുമ്പോൾ അതിനെതിരെ, ആ നീക്കത്തിനെതിരെയും ആ നയത്തിനെതിരെയും കൂടി നമ്മൾ അതിനെ കൂടി അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ? അല്ല, അവിടെ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിന് ഒരു അടിസ്ഥാനം വേണമല്ലോ. അതില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, മാത്യു കോഴത്താണ്ട് വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു. ഏതാണ്ട് അവകാശപ്പെടാനാണെങ്കിൽ ഈ 59,000 കോടിയൊന്നുമില്ല, ഏതാണ്ട് 8,000 കോടിയേ ഉള്ളൂ എന്ന് നേരത്തെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പറയുകയാണ്. ഇത് ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു സൂത്രവാക്യം ജപിച്ചിരിക്കുക എന്നുള്ളതിനപ്പുറം ഇതിന് പിൻബലമില്ല. ഇതിന് യാതൊരു വിധമായിട്ടുള്ള ധനകാര്യ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു പിൻബലവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാവും. സുപ്രീം കോടതിയിലാണ് തന്നെ അവർ പിടിക്കപ്പെടും. നമുക്കറിയാം അതിന്റെ റിസൾട്ട് എന്താകുമെന്ന്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിന്റെ ഈ ധനകാര്യ ഓട്ടോണമി ശരിയാണ്, ഫെഡറലിസം അനുസരിച്ച് ധനകാര്യ ഓട്ടോണമി ഉണ്ട്. പക്ഷേ അത് ഭരണഘടനയുടെ വകുപ്പുകൾക്ക് വിധേയമാണ്. 293 വകുപ്പ്, അതിന്റെ 3-ാം ഭാഗം, അതുപോലെ 293-യുടെ തന്നെ 4-ാം ഭാഗം എല്ലാം എന്താണ് അടിസ്ഥാനപരമായിട്ട്, അത് മുഴുവൻ പറയാൻ നേരമില്ല. ഫിസ്ക്കൽ ഓട്ടോണമി ഓൺലി ഫ്രം വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇവർ ചെലവഴിച്ചു. ഇവരെന്തിനാണ് കിഫ്ബി ബജറ്റിൽ ഉൾപ്പെടുത്താതെ കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്. അതുപോലെ പെൻഷൻ കൊടുക്കാൻ കൊണ്ടുവന്ന സംവിധാനം KSSPL, അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്. എന്നിട്ട് പെൻഷൻ കാര്യക്ഷമമായോ? ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഒരു തരം തട്ടിപ്പാണ്. അത് ബാലഗോപാൽ അല്ല ഇതിന്റെ കുറ്റക്കാരൻ, അത് തോമസ് ഐസക് ആസൂത്രണം ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയതാണ്. അതുപോലെ മസാല ബോണ്ടിന്റെ കാര്യം, ഏറ്റവും കൂടുതൽ പലിശ ഉള്ള മസാല ബോണ്ട്, അന്ന് എന്തൊരു പ്രഖ്യാപനങ്ങളും എന്തൊരു നാട്യങ്ങളുമായിരുന്നു കേരള ഗവൺമെന്റ്. സ്വന്തമായിട്ട് കേരളം ഒരു രാജ്യമായി തീർന്നു എന്നുള്ള മട്ടിലായിരുന്നു അഭിമാനിക്കുന്നത്. അതുപോലെ അവിടെ അമേരിക്കയിൽ പോയിട്ട് വേൾഡ് ബാങ്ക് ചെയർമാനെ കാണുന്നു, ലോൺ കൊടുക്കുന്നു. എന്തൊരു പ്രതീതിയൊക്കെ അവർ സൃഷ്ടിച്ചത്. ഇതെല്ലാം പൊള്ളയാണ്. പൊള്ളയായ ഒരു ബലൂൺ ആയിരുന്നെന്നല്ലേ ഇപ്പൊ തെളിയുന്നത്. പെൻഷൻ കൊടുക്കാൻ പൈസ, കടം, ഗവൺമെന്റ് വാങ്ങിച്ച ലോൺ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ദുൽകിഫിൽ, അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതിലൊരു ഓഡിറ്റിംഗ് ആവശ്യമാണ്. ആ ഓഡിറ്റിംഗ് വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ? അതിന് പ്രതിപക്ഷത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ വസന്ത്, താങ്കൾക്ക് മറുപടി പറയാം ആ ചോദ്യത്തിന്. അല്ല, അതില് പ്രതിപക്ഷത്തിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ലിബീഷെ. അതുകൊണ്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം ഈ ബഡ്ജറ്റ് വരെ 2 ധവളപത്രങ്ങളാണ് പ്രതിപക്ഷം അവതരിപ്പിച്ചത്. ഒന്ന്, കട്ടപ്പുറത്തെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങള് വിവിധ രംഗത്തെ, അതായത് കോൺഗ്രസ് പ്രതിനിധികളല്ലായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡോക്ടർ മേരി ജോർജ് അടക്കം സാമ്പത്തിക രംഗത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള, കേരളം എല്ലാ കാലത്തും വിശ്വസിക്കുന്ന ചിലരുടെ വാക്കുകൾ, അവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടൊരു കമ്മിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അവരുടെ നേതൃത്വത്തിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, ആ ധവളപത്രത്തിൽ പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ പരിഹാരങ്ങൾ കൂടി വെച്ചിരുന്നു. ആ പരിഹാരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ 2 ധവളപത്രങ്ങൾ പുറപ്പെടുവിച്ചു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും കൈമാറുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരു നിർദ്ദേശം പോലും എടുക്കാൻ ഇവർ തയ്യാറായില്ല. നേരത്തെ ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞൊരു കാര്യം, അതിനോട് എനിക്കൊന്ന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. അതായത് മസാല ബോണ്ടിൽ എന്താണ് ഉണ്ടായതെന്ന് അറിയാമോ? ഇവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചു. ആദ്യത്തെ തവണ പോയി മണിയടിച്ചു. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും നോക്കി, ഇതാ ഒരു സർക്കാർ നേരിട്ട് പോയി, ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് പോയി മസാല ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഭാഗമാകുന്നു, ഓ വാവ് എന്ന് നമ്മൾ പറഞ്ഞ് കൈയടിച്ചു. ഒന്നാമത്തെ തവണ ആരും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നില്ല.
രണ്ടാമത്തെ തവണ പോയി ഇവർ മണി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പണം ലെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത് കാനഡ ആസ്ഥാനമാക്കിയുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ 60% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ലാവ്ലിനാണ്, SNC ലാവ്ലിനാണ്. അപ്പോൾ ഏതായാലും അവർ ആ ഫണ്ട് കൊടുത്തു. ആ ഫണ്ട് കൊടുത്തത് അവരവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് 9.3%. എന്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ 9.3% പലിശയ്ക്കാണ് ഇവരവിടെ നിന്ന് കോടികൾ വായ്പ എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് ആ ഫണ്ട് എന്ത് ചെയ്തു എന്ന് ബാലഗോപാലിനോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വിവരാവകാശ രേഖ പ്രകാരം നിങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ? ആ ഫണ്ട് സംസ്ഥാനത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ FD ഇട്ടിരിക്കുകയാണ്. എത്രയാ പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് അറിയാമോ? 6% താഴെ. ഒരു ഗ്യാപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ 9% എടുത്ത പണം, ലോൺ എടുത്ത പണം നമ്മൾ 6% FD ഇട്ടാൽ 3% നമുക്ക് ഇൻട്രസ്റ്റ് ലോസ് ആണ്, നഷ്ടമാണ്. ഈ മസാല ബോണ്ട് എടുത്തോണ്ട് വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ 3% എന്ന് പറയുന്നത് സംസ്ഥാന ബഡ്ജറ്റിന് കുറവുണ്ടായില്ലായിരുന്നു. ഫോർ എ 100 കോടി രൂപയാണെന്ന് ഇരിക്കട്ടെ, എടുത്തത് എനിക്കത് പ്രിസൈസ് കണക്കിപ്പോ ഓർമ്മയില്ല. 100 കോടിയാണെന്ന് ഇരിക്കട്ടെ, അതിൽ കൂടുതലാണ്. 100 കോടിയാണെന്ന് ഇരിക്കട്ടെ, 100 കോടിയുടെ 3% എത്രയാ? 3 കോടി രൂപയാണ്. ഓരോ വർഷവും സംസ്ഥാന സർക്കാർ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ 3 കോടി രൂപ നഷ്ടം ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതുപോലെ കുറെ ഉട്ടോപ്യൻ നയങ്ങൾ അതാണ് ഇവർ സ്വീകരിച്ചു പോരുന്നത്. അതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാവണം. സാമ്പത്തിക രംഗത്തെ പ്രമുഖരെ കേൾക്കാൻ അവർ തയ്യാറാവണം, പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറാവണം. അവർ മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കൊള്ളാവുന്നതുണ്ടെങ്കിൽ സ്വീകരിക്കണം, കൊള്ളാത്ത സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ധവളപത്രം അടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ ഇങ്ങനെയല്ല, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. തങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്നാണ് ശ്രീ തെങ്ങുംപള്ളി പറയുന്നത്. ശ്രീ സി ചാക്കുണ്ണി, നമുക്ക് അതിലേക്ക് തന്നെ വരാം. അതോടൊപ്പം തന്നെയാണ് ബജറ്റിലെ ഏതൊക്കെ മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് രംഗം ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിലുള്ള വൻ വർധനവ്, നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈ മേഖലയോടുള്ള ഒരു നയം തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് മേഖല സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഒരു ഉണർവ് നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തകർന്നടിയാത്ത മേഖല ഏതാ ഉള്ളത് കേരളത്തിലിപ്പോൾ? ഞാൻ ആരെയും വിമർശിക്കല്ല. കോർപ്പറേറ്റുകളല്ലാതെ ചെറുകിട ഇടത്തര കച്ചവടക്കാർ, നിർമ്മാണ മേഖല, സിമെൻറ്റിനൊക്കെ കുത്തനെ വിലയിടുന്നു. കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുക, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നില്ല. എല്ലാ മേഖലയ്ക്കും ഉത്തേജനം വേണ്ട സന്ദർഭമാണിത്. അതിന് സർക്കാരിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ ഇപ്പോൾ കാർഷിക മേഖല, വ്യവസായ മേഖല, എല്ലാ മേഖലയും തകർന്നടിഞ്ഞ് കിടക്കുക. കേവലം കോർപ്പറേറ്റുകളല്ലാതെ മറ്റാർക്കും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയത്. ഞാൻ 81 വയസ്സായി എനിക്ക്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാനല്ല ഞാൻ പറയുന്നത്. ഞാൻ നല്ല നിലയ്ക്ക് ബിസിനസ് ചെയ്ത്, ഈ ബിസിനസ് കൊണ്ട് കേരളത്തിൽ വ്യാപാരം ചെയ്ത് വലിയ നിലയ്ക്കൊന്നും എത്തിയില്ലെങ്കിലും സാമ്പത്തികമായിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നും കൊടുക്കാത്ത അവസ്ഥ. ഞാൻ എൻ്റെ ബിസിനസ് നിർത്തി കേരളത്തിൽ ടാക്സ് ടെററിസം കൊണ്ട്. അത് ഈ സർക്കാരിൻ്റെ. ശ്രീ സി ചാക്കുണ്ണി, ഞാനൊന്ന് ഇടപെടുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം, ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ധനമന്ത്രിയുടെ വീട്ടിലെത്തി ആ ബജറ്റിന്റെ കോപ്പി അദ്ദേഹത്തിന് കൈമാറുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സൈഡിൽ കാണുന്നത്. തുടരാം, താങ്കൾക്ക് തുടരാം. അപ്പം ഞാൻ നല്ല നില നിർത്തിയത് ഈ ടാക്സ് ടെററിസം കൊണ്ടാണ്. അത് ഈ സർക്കാരിൻ്റെ കുറ്റമല്ല, മുൻ സർക്കാരുകളുടെ കുറ്റം. ഞാൻ വർഷങ്ങളായിട്ട് UDFൻ്റെയും LDFൻ്റെയും സർക്കാർ ഉദ്യോഗ പ്യൂണ് മുതൽക്ക് മുഖ്യമന്ത്രി വരെ സമീപിച്ചു. എനിക്കൊരു നീതി ലഭിച്ചില്ല. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഇവിടെ വിതരണ വ്യാപാരം നടത്തിയ നിരവധി പേർക്ക് ഒരു വലിയ ഭീമമായ നോട്ടീസ് വരികയും അതടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്ത് അവസാനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരെ സമീപിച്ചു. പ്രധാനമന്ത്രി വരെ നമ്മുടെ ധനകാര്യമന്ത്രിക്ക്, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിക്കല്ല, മുൻ ധനകാര്യമന്ത്രിക്ക്, LDFൻ്റെ അല്ല UDFൻ്റെ എഴുതിയിട്ട് ഒരു രക്ഷയും കിട്ടിയില്ല. ഇവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റുള്ളവരൊക്കെ മരണപ്പെട്ടു പോയി ഈ ആദ്യം കൊണ്ട്. ഞാനതിൽ പിടിച്ചെന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒരു അപ്പീൽ
സെയിൽ ടാക്സ് പോകണം, അപ്പോൾ അതിനൊരു പെർസെൻറ്റ് കെട്ടണം. പിന്നെ ട്രൈബ്യൂണലിൽ പോകണം, അല്ല നേരിട്ട് നമുക്ക് ഹൈക്കോടതി പോകാൻ പാടില്ല. ഈ കടമ്പോളൊക്കെ കഴിഞ്ഞിട്ട് ഹൈക്കോടതി പോയി അവിടുന്ന് നീതി ലഭിച്ചില്ല, സുപ്രീം കോടതി പോയിട്ട് എനിക്ക് നീതി ലഭിച്ചു, ഈ സർക്കാർ എന്നിട്ടും ആ റീഫണ്ട് തരാൻ മടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാർ ഇടപെട്ടിട്ട് അത് കിട്ടി. ഞാൻ നന്ദി പറയാം. പിന്നെ എങ്ങനെ അവിടെ ഒരു ബിസിനസ് ചെയ്യുക? GST കൊണ്ടുണ്ടായ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം. ശ്രീ സി ചാക്കുണ്ണി, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ധനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, നമുക്ക് അതിലേക്ക് വേഗം പോകാം. വന്നത് മേടിച്ചതാണ്. ബഡ്ജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഏറ്റവും കേരളത്തിന് ഭാവിക്ക് നല്ല ഗുണമുണ്ടാവുന്ന, സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന, ഇപ്പോൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്ന് കൂടുതൽ തൊഴിലും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ സന്തോഷത്തിലാണല്ലോ. സമ്മർദ്ദം എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവും. കാരണം ബഡ്ജറ്റ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെത്തിക്കേണ്ടതല്ലേ. എന്നാലും നല്ലതുപോലെ കാര്യങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രയാസങ്ങൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണല്ലോ. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടായതല്ല, കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ ഉണ്ടായതാണ്. അതിൻ്റെ തർക്കങ്ങൾ നടക്കുകയാണല്ലോ. ഇപ്പം നമ്മൾ മാത്രമല്ല ഇത് പറഞ്ഞത്, നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ എല്ലാ സ്റ്റേറ്റുകളും വന്നു. KPCCയുടെ ഇന്നലത്തെ വലിയ പരിപാടിയിൽ AICC പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ, അവകാശങ്ങളെ ബാധിക്കുന്നതാണ്. കേരളത്തിലെ KPCC നേതൃത്വം അക്കാര്യം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഈ ഒരു കാര്യം ഞങ്ങൾ ഏകപക്ഷീയമായി പറയുന്നതല്ല, വസ്തുതയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ശരിയാക്കിയിട്ട് കാണാം. ആശങ്കപ്പെടാതിരിക്കാനുള്ള ബഡ്ജറ്റാണ്. അങ്ങനെ ആശങ്ക ഉണ്ടാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ്. ബജറ്റിന് മുൻപായി ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ബജറ്റ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, എല്ലാവരും സ്വീകരിക്കുന്ന ഒരു ബജറ്റായിരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ ഈ വേളയിലും വിമർശിക്കാനും അദ്ദേഹം മടി കാണിക്കുന്നില്ല. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, താങ്കൾ കേട്ട് കാണുമല്ലോ, ഇന്നലെ AICC അധ്യക്ഷൻ പറഞ്ഞതടക്കം ഉദ്ധരിച്ചാണ് ധനമന്ത്രിയുടെ പ്രതിരോധം. എങ്ങനെയാണ് കോൺഗ്രസിന് ഈ കേന്ദ്രത്തെ എങ്ങനെ തലോടി മുന്നോട്ട് പോകാൻ കഴിയുക? അല്ല, AICC അധ്യക്ഷൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില പ്രാദേശിക പാർട്ടികൾ അവർ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ അതാരാണ് എന്നുള്ളത് ധനകാര്യമന്ത്രിയും മറ്റുള്ളവരും മനസ്സിലാക്കിയാൽ മതി. ഒന്ന്. രണ്ട്, ഇപ്പൊ ബാലഗോപാലിന്റെ വീഡിയോ ബൈറ്റ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ കോൺഫിഡൻറ്റ്ലെസ് ആയിട്ട് ഒരു ധനകാര്യമന്ത്രി, ഞാനൊരു കോൺഗ്രസ് മാൻ എന്നുള്ള അർത്ഥത്തിൽ പറയുകയല്ല. നോക്കൂ, ഏതെങ്കിലും ഒരു ധനകാര്യമന്ത്രിയുടെ ഇതിനു മുമ്പുള്ള ബൈറ്റുകൾ നോക്കിയാൽ മതി. ഈ കയ്യിലിരിക്കുന്നതിൻ്റെ അത് ഒന്നുമില്ലെങ്കിൽ പോലും കുറച്ച് ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ശ്രീ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ ആരോ ഉന്തിത്തള്ളി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വിടുന്ന പോലെ. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. വളരെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. കേട്ടില്ല ശ്രീ ലിബീഷ്, കേട്ടില്ല. സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അല്ലല്ല, ഒരു കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആർക്കാണെങ്കിലും സമ്മർദ്ദം ഉണ്ടാവുന്നത്. ഇത് ബാലഗോപാൽ അങ്ങനെ അത്ര കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരാളല്ല പൊതുവിൽ. പക്ഷെ വളരെ കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ എനിക്ക് എന്റെ പ്രതീക്ഷ വലിയ സെസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കപ്പെടുമായിരിക്കും. കടുത്ത ഡയറക്റ്റ് ടാക്സ് ബേർഡൻ അത് ഒഴിവാക്കപ്പെടുമായിരിക്കും. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് ബേർഡൻ ഉണ്ടാവും. വലിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിട്ട് അതിനെ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിനെ ചാരി രക്ഷപ്പെടാനായിരിക്കും അവരുടെ ശ്രമം ഉണ്ടാവുക. ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഒരു പാതിയിലേറെ ഭാഗം കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു പ്രവചനങ്ങളായി കൂട്ടിക്കോളൂ ഈ ബഡ്ജറ്റ്. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ നേരത്തെ ശ്രീ CE ചാക്കുണ്ണി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തിന്റെ ഒരു സർവ്വ മേഖലകളിലും ഒരു മാന്ദ്യം, തകർച്ച എന്ന് പറയാനാവില്ലെങ്കിൽ പോലും ഒരു മാന്ദ്യം പ്രകടമാണല്ലോ. സ്വാഭാവികമായും ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിയെങ്കിൽ തന്നെയാണ് എല്ലാ മേഖലകളിലും ഒരു ഉണർവുണ്ടാകുകയുള്ളൂ. ആ രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾക്ക് ബഡ്ജറ്റിൽ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഇംപീറ്റസ് ഉണ്ടാവും. KN ബാലഗോപാൽ തന്നെ ഇപ്പോഴല്ല, നേരത്തെ പറഞ്ഞത് തന്റെ കയ്യിൽ മാന്ത്രിക ദണ്ഡുണ്ടെന്നാണ്. പണ്ട് ശക്തയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പോലും പറഞ്ഞത് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്റെ കയ്യിൽ മാന്ത്രിക ദണ്ഡില്ല എന്നുള്ളതാണ്. കഠിനാധ്വാനം വേണോ,
അദ്ദേഹം പറയുന്ന മാന്ത്രിക ദണ്ഡ് ഉണ്ടെന്നാണ്. ഉണ്ടെങ്കിൽ വളരെ കാര്യം. അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഉദ്വേഗം ആദ്യം നമ്മളിലെല്ലാം മാന്ത്രിക ഉണ്ട്. ദണ്ഡ് ഇല്ലെന്നാണ് പറഞ്ഞത്, പിന്നീടാണ് അദ്ദേഹം അത് ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നീട് എവിടെ നിന്നെങ്കിലും അത് കിട്ടിയിട്ടുണ്ടാകാം. ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഇല്ലെന്ന് പറഞ്ഞിരുന്നു, ആദ്യം ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ തിരുത്തി ഉണ്ടെന്നാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെന്നാണല്ലോ. അപ്പൊ അതെ. നമുക്ക് ആ മാന്ത്രിക ദണ്ഡ് എന്താണെന്ന് ഇപ്പൊ നോക്കാം. ഒരു പിടിയും കൊടുക്കല്ലേ. എന്തായാലും ഈ ബജറ്റ് ഈ പ്രാവശ്യം ചോർന്നിട്ടില്ല, പലതവണയും ചോരുന്ന പോലെ ചോർന്നിട്ടില്ല. പത്രക്കാരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം ഒന്നും വിട്ടുകൊടുത്തിട്ടുമില്ല. എന്തായാലും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറയുമ്പോൾ ടാക്സ് നിർദ്ദേശങ്ങൾ പുതുതായിട്ടൊന്നുമില്ല. പക്ഷേ ടാക്സിന്റെ കാര്യത്തിൽ ഇനി ടാക്സ് പിരിക്കുകയല്ല, ഏതാണ്ട് 26,000 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാ പറയുന്നത്. ഇതിൽ പലതും ചാക്കുണ്ണി സാർ പറഞ്ഞതുപോലെ കേസ് കോടതികളിലൊക്കെ കിടക്കുന്നതായിരിക്കും. എങ്കിൽ തന്നെയും ഒരു നല്ല സംഖ്യ പിരിച്ചു കിട്ടാൻ അതിലൊരു പിടിപ്പുകേട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ GSTയുടെ പരിധിയിൽ വരുന്ന പല സ്ഥാപനങ്ങളും തങ്ങൾക്ക് അതിനുള്ള വരുമാനം ഇല്ലെന്ന് പറഞ്ഞ് GSTയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, പ്രധാനപ്പെട്ട ഒരാൾ സെക്രട്ടേറിയറ്റിലെ തന്നെ നമ്മുടെ ജലവിഭവ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആൾ, പേര് ഞാൻ വെളിപ്പെടുത്തില്ല, IAS-കാരൻ, ഇപ്പോഴുള്ള അദ്ദേഹത്തിനെ സംശയിക്കുകയും ചെയ്തു. പറഞ്ഞ ഒരു കാര്യം, തലസ്ഥാന നഗരത്തിൽ തന്നെ വൻകിട ഹോട്ടലുകൾ 3 സ്റ്റാർ 5 സ്റ്റാർ ആ ലെവലിലേ ഉള്ളവിടെ, ആ വൻകിട ഹോട്ടലുകളുടെ AC പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട കുടിവെള്ളം ഉപയോഗിച്ചു. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇത് വലിയ വാർത്തയാണ് ഒരു പത്രത്തിനാണെങ്കിൽ. അങ്ങനെ പ്രവർത്തിക്കുന്നു. ഒരു 5 പൈസ പോലും നികുതി അവരോട് ഇടാതെ ഈ AC പ്ലാന്റുകൾ പ്രവർത്തിക്കും. അത് കോടിക്കണക്കിന് രൂപ. അതുപോലെ തന്നെ ഒരു സ്വീറ്റിന് തന്നെ 10,000 അതിനപ്പുറവും പ്രതിമാസ റെന്റ് ഈടാക്കുന്ന. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ മാളുകൾ വൻതോതിൽ ഇപ്പൊ മാളുകളിലേക്ക് ആളുകൾ പോയിരിക്കുക. ചാക്കുണ്ണി സാർ പറഞ്ഞ ഈ ചെറുകിട കടകളൊക്കെ അടച്ചുപൂട്ടാൻ പ്രധാന കാരണം ഈ മാളുകളാണ്. ഇതിവിടെ മാത്രമല്ല, ഈ അറേബ്യൻ രാജ്യങ്ങളിലും ഉണ്ട്. അവിടെ വൻകിട മാളുകളിലേക്ക് നമ്മുടെ മലയാളികളായിട്ടുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരും വീട്ടുജോലി ചെയ്യുന്നവരും പോകാറുണ്ട്. അതിന്റെ ഫലമായിട്ട് ഈ ബൊക്താലുകൾ എന്ന് പറയുന്ന ശ്രീ രാജേന്ദ്രൻ പന്തളം, നമുക്ക് അതൊക്കെ എങ്ങനെയാണ് നമുക്കത് ഈ വൻകിട ആളുകൾ വരുന്നതിനൊക്കെ നമുക്ക് അങ്ങനെ അത് വിമർശിക്കാൻ കഴിയും? ഒരു പുരോഗമനപരമായ ഒരു സമൂഹത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും വന്നു ചേരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വരേണ്ടതാണ്. ഞാൻ പറയുന്നത് അത് നമുക്ക് റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കണം. അവയ്ക്കൊക്കെ വൻകിട ലാഭം കൊയ്യുന്ന ഈ വൻകിട ഹോട്ടലുകൾ, അതുപോലെ തന്നെ വൻകിട മാളുകൾ, ഇവയ്ക്കെല്ലാം നികുതി നിർദ്ദേശങ്ങൾ കൂട്ടണം. പാവപ്പെട്ടവർക്ക് കുറച്ചാലും കുറച്ചില്ലെങ്കിലും അത് ഉണ്ടാവണം. ആ വിഭവം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് തന്നെ. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണല്ലോ അവരുടെ നയം തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉയർന്ന വരുമാനം ഉള്ള ആൾക്കാരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കിക്കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോ ഒരു ലോട്ടറി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വന്നിട്ടുണ്ട്. അതായത് 50 വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ടതായിട്ടുള്ള ഒരു പലിശയും കൊടുക്കേണ്ടാത്ത വായ്പകൾക്ക് ഈ ബജറ്റിലും അലൊക്കേഷൻ നൽകിയിട്ടുണ്ട്. ആ വായ്പയും കേരളത്തിന് സ്വീകരിക്കാം. അല്ലാതെ ഇവർ അവകാശപ്പെടുന്ന ഈ 50,000 കോടി രൂപയിൽ ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. നമ്മൾ ബജറ്റ് നിർദ്ദേശങ്ങളിലൂടെ ഇത് തന്നെ കണ്ടെത്തണം. അതുപോലെ തന്നെ KM മാണി കൊണ്ടുവന്ന ഈ കാരുണ്യ പദ്ധതി നല്ല ഒരു ബജറ്റ് നിർദ്ദേശമായിരുന്നു. അതുപോലെ തന്നെയാണ് തോമസ് ഐസക്കും. എല്ലാരെയും നമ്മൾ CPM-കാരെ അങ്ങനെ പാടെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ഡാമുകളിൽ നിന്നുള്ള എക്കൽ വീറ്റ് കാശുണ്ടാക്കണം. പക്ഷെ അത് നടന്നില്ല, പ്രായോഗികമായില്ല. അതുപോലെ ആഡംബര നികുതി അദ്ദേഹത്തിന്റെ ഭാവനാപൂർണമായ ഒരു നിർദ്ദേശമായിരുന്നു. ആ ആഡംബര നികുതികൾ ഉണ്ടാവണം. നമ്മുടെ വിവാഹം അങ്ങനെയുള്ള ധൂർത്തുകൾ ധാരാളമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല രീതിയിലുള്ള പിഴ ഈടാക്കണം. അതുപോലെ റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് ഇന്നും ഇപ്പൊ മരണമുണ്ടായി. താങ്കൾ തന്നെ വാർത്തയിൽ പറഞ്ഞതാണല്ലോ. ഏതോ സ്ഥലത്ത് ഇപ്പൊ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടങ്ങൾ ധാരാളം അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ റോഡിലുണ്ടാവുന്ന ഈ അശ്രദ്ധയ്ക്ക് നല്ല ഫൈൻ, നല്ല ഉയർന്ന ഫൈൻ തന്നെ കൊടുക്കണം, യാതൊരു ദാക്ഷിണ്യമില്ലാതെ. എങ്കിലേ നമ്മളെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റും. ആ തരത്തിലുള്ള നികുതി നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വേണം. അതിനപ്പുറമുള്ള തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉപദേശകരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും ഇല്ലെങ്കിൽ ഈ കടക്കണിയിൽ നിന്ന് കേരളീയന്, നമുക്ക് ഓരോരുത്തർക്കും 3.5 ലക്ഷം രൂപ നമ്മുടെ തലയ്ക്ക് മീതെ കടമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഭാവനപൂർണമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ഈ 26,000 കോടി എന്ന് പറയുന്ന അത് പെരുപ്പിച്ച തുകയാവാം. അതിൽ നിന്ന് ഒരു 13,000 കോടി രൂപയെങ്കിലും പിരിച്ചെടുക്കാനുള്ള കാര്യക്ഷമമായിട്ടുള്ള രീതികൾ, അഴിമതി കുറച്ചു കൊണ്ടുവരിക. കാരണം ഈ ശ്രീ രാജേന്ദ്രൻ പന്തളം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ C ചാക്കുണ്ണി, ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്ന ഒരു കാര്യമാണ് ഈ നികുതി പിരിവിലെ ഒരു